സാരി എങ്ങനെയാ കീറിയത്? എങ്ങനെയാ കീറിയതെന്ന്? എന്റെ സാരി കീറിയില്ലല്ലോ. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ? നിന്നെ ഞങ്ങൾ വക്കീലിന് പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല. കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ്. ചേച്ചി, പിന്നെ നമ്മുടെ രേഖയില്ലേ, രേഖ അവളുടെ കയ്യെ പിന്നെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത ഞാൻ നിന്റെ അനിയത്തിയാവണമെന്നില്ല. നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം. ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. അതിലും മായം കലർത്താൻ ഉദ്ദേശമുണ്ടോ? പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട. അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന്. സ്വന്തം ജി. അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത്. എടി, മാനം വിറ്റ് കൈനീട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നേടാമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ശരിമോളെ, ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ തന്റെ സാരി. എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്പം കടുപ്പമായിപ്പോയി. ഈ ജെയിംസ് ജോർജിനെ അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം പുറകെ നടന്നതല്ലേ, ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും. അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും. ആഹാ, അത് കൊള്ളാം. അറിയിലൂടെ കൂടിയിരിക്കായിരുന്നു. നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തിയേറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു. വർഗീസേ, ഇനി അവളെ വെറുതെ വിട്ടുവിടാം. ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ്സപ്സെറ്റ് ആക്കാടാ. അവളെ പൊക്കണോ? ഇന്ന് ഞാൻ പൊക്കൊണ്ടുവരാം. ഒരു ദിവസം എന്റെ കരപ്പറയിൽ കിടത്തിയോണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പകതയില്ല. അവൾ നശിക്കണം. ഈ നാട് വിട്ടോടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. എന്റെ കർത്താവെ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു കരുതിയായിട്ട് ജനിപ്പിക്കണമേ. ജെയിംസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു.
ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ സരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു? ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ സരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം സരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചി പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകനല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എവിടെ എത്തുമെന്നറിയാമോ? സെൻട്രൽ ജയിലിൽ. ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാണെന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കേറിയ ഉടനെ അവനെ വഴക്ക് പറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമില്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഹൃക്കേന്റെ കാരണം എന്താ അന്വേഷിക്കാതിരുന്നത്? മോനെ, നീ ഒന്നും വല്ലതും കഴിക്കും. വാ. ഉരുട്ടി വായി വെച്ചു കൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്. മോനെ, നിനക്കെന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എടി പിന്നെ കാര്യം പറയാൻ. ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാ ചോദിച്ചത്. എനിക്കിനി പഠിക്കണ്ട. ചേച്ചിയേക്കാൾ വലിയ അനിയത്തിയായല്ലോ, ഇനി ഉപദേശിക്കാൻ കഴിയൂ. സരിതേ, ഞാൻ എന്തായി കേൾക്കുന്നത്? സത്യമാണോ? ശരി, സത്യമാണോന്ന്? എന്താ അമ്മേ? എന്താടി ഒന്നും മിണ്ടാത്തത്? നിന്റെ നാം ഇറങ്ങിപ്പോയോ? അമ്മ കാര്യം പറ. ഇവിടെ ഇന്ന് ഞാൻ കൊല്ലും. അമ്മേ, അമ്മേ, മാറി. എടി, കണ്ട ക്രിസ്ത്യാനി പിള്ളേരെ ഇവിടെ കെട്ടി നടക്കാനാണ് ഞങ്ങൾ പോയി കാണടി. ഇങ്ങനെ ഒരെണ്ണം ജീവനോടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ്. വരുന്നതൊക്കെ അനുഭവിക്കാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. മോൻ ഇച്ചിരി കുടിക്കേ. വേണ്ട ഡാഡി, ഇനി കുടിച്ചാ എനിക്ക് കണ്ണു കാണില്ല. മോന്റെ അടുത്ത് ഡാഡിയല്ലേ ഇരിക്കുന്നത്, കഴിക്കേ. ഡാഡി കള്ളു കുടിക്കുന്ന പാവമാണോ?
എന്ന് ആര് പറഞ്ഞു? മേനോൻ അങ്കിൾ. എന്നാലേ മേനോന് പാവമായിരിക്കും, ക്രിസ്ത്യാനിക്കല്ല. മോനിച്ചൂടെ കുടിച്ചു. ഇതിന്റെ പാവമൊക്കെ ഡാഡി തീർത്തോളാം. കഴിക്കേ. ആത്മഹത്യ ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു അല്ലേ? അതിന് കാരണക്കാരനായി നിങ്ങളോട് പറയാതെ ഞാനിത് ചെയ്യില്ല. ഈ സമയത്ത് ഞാനിവിടെ വന്നെന്തിനെന്നറിയാമോ? നിങ്ങളുടെ ക്രൂര വിനോദത്തിലെ അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ. ജെയിംസ്, ഈ ലോകത്ത് ആര് ജനിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ വളർന്ന അത്തരത്തിലാണ്, നിങ്ങൾ വളർത്തിയതായ രീതിയിലാണ്. നാളത്തെ സൂര്യോദയം എന്നെ കണ്ടെന്ന് വരില്ല. എന്നെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകൂ. നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാമോ, എന്റെ കുടുംബം വളരെ ചെറിയതാണ്. എനിക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച് വിങ്ങുപൊട്ടുന്ന ചേച്ചി, ഉറക്കം മറന്ന് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ, അവരുടെ ഹൃദയത്തിൽ തീക്കൊള്ളി കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയത്? നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. ശരി, അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങളെ വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്കും. എടാ,